ഹലോ ഫ്രണ്ട്സ്, പഠിക്കാനിരിക്കുമ്പോൾ വല്ലാത്തൊരു മടി തോന്നാറുണ്ടോ? എത്ര ശ്രമിച്ചിട്ടും ചില മോശം പഠനശീലങ്ങൾ മാറ്റാൻ പറ്റുന്നില്ലേ? വിഷമിക്കണ്ട, നിങ്ങൾ മാത്രമല്ല അങ്ങനെ. ഇന്നത്തെ നമ്മുടെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതെന്നും ഉജ്ജ്വലമായ അക്കാഡമിക് വിജയത്തിനായി തലച്ചോറിനെ എങ്ങനെ ഉടനടി മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചുമുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില സയന്റിഫിക് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളൊക്കെ സാധാരണയായി കേട്ടിട്ടുണ്ടാകും അല്ലേ, ഒരു പുതിയ ശീലം വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു മോശം ശീലം മാറ്റാനോ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുമെന്ന്, പ്രത്യേകിച്ചും ഒരു 66 ദിവസമെങ്കിലും എടുക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മിഥ്യാധാരണയാണ്. പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. നമ്മുടെ തലച്ചോറിലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന കഴിവ് വഴി ദിവസങ്ങൾ കാത്തിരിക്കാതെ അപ്പോൾ തന്നെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അതെ, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. ഇത് കേൾക്കുമ്പോൾ ഒരു മാജിക് പോലെ തോന്നിയേക്കാം, പക്ഷെ അതാണ് സത്യം. തികഞ്ഞ ഏകാഗ്രതയോടെ വളരെ സ്ട്രോങ് ആയി നിങ്ങളുടെ തലച്ചോറിന് കൃത്യമായൊരു കമാൻഡ് നൽകുമ്പോൾ അവിടെ പുതിയ ന്യൂറൽ പാത്വേകൾ ഉടനടി സൃഷ്ടിക്കപ്പെടുന്നു. അതായത്, പഠിക്കാൻ മേശയ്ക്ക് മുന്നിലിരുന്ന് മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച ശേഷം ഞാനിപ്പോൾ ഈ ഫിസിക്സ് ചാപ്റ്റർ പൂർണ്ണമായും പഠിച്ചു തീർക്കും എന്ന് നിങ്ങൾ ഉറപ്പിച്ചു തീരുമാനിക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാറണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൃത്യമായ ആ നിമിഷം തന്നെ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിലബസ് എന്താണെന്ന് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണുള്ളത്. 1. നമ്മെ എപ്പോഴും പിന്നോട്ട് വലിക്കുന്ന സബ് കോൺഷ്യസ് ഓട്ടോ പൈലറ്റ് ട്രാപ്പ്. 2. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താനുള്ള വഴികൾ. 3. പഠനത്തിന് സഹായിക്കുന്ന മൂവേഴ്സ് ഫ്രെയിംവർക്ക്. ഒപ്പം അവസാനമായി പരീക്ഷാ പേടി മാറ്റാനുള്ള 2 തരം ജേർണലിംഗ് രീതികൾ. ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരാം, ദി സബ് കോൺഷ്യസ് ഓട്ടോ പൈലറ്റ് ട്രാപ്പ്. എന്തുകൊണ്ടാണ് ഒരു ചെറിയ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ തുടക്കത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ വർഷവും ഒരേ തെറ്റുകൾ തന്നെ നമ്മൾ എന്തിനാണ് ആവർത്തിക്കുന്നത്? നോക്കൂ, ഒരു മാറ്റം അസാധ്യമാണെന്ന് തോന്നുന്നതിന്റെ യഥാർത്ഥ കാരണം നമ്മുടെ മനസ്സിന്റെ 95% പ്രവർത്തിക്കുന്നത് സബ് കോൺഷ്യസ് അഥവാ ഉപബോധ തലത്തിലാണെന്നതാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആകെ 5% മാത്രമേ നമ്മുടെ പൂർണ്ണബോധത്തിൽ, അതായത് കൺട്രോളിലുള്ളൂ. ബുദ്ധിമുട്ടുള്ള ഒരു പാഠപുസ്തകം തുറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉറക്കം വരുന്നതോ അല്ലെങ്കിൽ അറിയാതെ ഇൻസ്റ്റാഗ്രാം എടുത്തു പോകുന്നതോ ഒക്കെ ഈ 95% വരുന്ന ഓട്ടോ പൈലറ്റിന്റെ പണിയാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ പഴയൊരു സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോ പൈലറ്റ് സിസ്റ്റമായി ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതെപ്പോഴും ഒരു കംഫർട്ട് സോണിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയതായി എന്തു വന്നാലും അതിനത് ഇഷ്ടപ്പെടില്ല. അതിനാൽ സങ്കീർണമായൊരു കെമിസ്ട്രി ഇക്വേഷൻ കാണുമ്പോൾ അത് തലച്ചോറിന്റെ സമാധാനത്തിന് ഒരു ഭീഷണിയാണെന്ന് അത് കരുതും. അതോടെ തലച്ചോറിലെ പാനിക് ബട്ടൺ അമർത്തുകയും ഇതൊക്കെ നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്യും. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ട്രാപ്പാണ്. നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രാമ സൈക്കിളാണിത്. കഴിഞ്ഞ തവണ കണക്കിന് മാർക്ക് കുറഞ്ഞത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ളിൽ വീണ്ടും പേടിയാകും. ആ പേടി ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഫോക്കസ് പൂർണ്ണമായും നശിപ്പിക്കും. ഫലമോ, പഠിക്കാൻ പറ്റാതെ വീണ്ടും മറ്റൊരു പരാജയത്തിലേക്ക് നിങ്ങളെത്തും. കാരണം ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് ആ ഓട്ടോ പൈലറ്റാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, ആക്ടിവേറ്റിംഗ് ദി കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ചോദ്യം വരും. നമ്മുടെ മനസ്സിന്റെ 95% സീക്രട്ടായിട്ട് നമുക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ഈ 5% വെച്ച് നമ്മൾ എങ്ങനെ ആ 95% തോൽപ്പിക്കും? മോശം ഗ്രേഡുകളുടെയും ഈ പ്രൊക്രാസ്റ്റിനേഷന്റെയും ട്രാപ്പിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്തുകടക്കും? നമ്മുടെ തലച്ചോറിനെ മാറ്റിയെടുക്കാനുള്ള മുഴുവൻ കളിയും കിടക്കുന്നത് ആ ബാക്കിയുള്ള 5% വരുന്ന കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നതിലാണ്. ആ 5% ഉണർത്തുന്നതിലൂടെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയത്തോടുള്ള നിങ്ങളുടെ ഓട്ടോമാറ്റിക് പ്രതികരണത്തെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഉദാഹരണത്തിന്, പഠിത്തം നിർത്താനുള്ളൊരു തോന്നൽ വരുമ്പോൾ പെട്ടെന്നൊന്നു നിൽക്കുക. അതാണ് ഒന്നാമത്തെ പടി. എന്നിട്ട് സ്വയം ചോദിക്കുക, എന്തിനാണ് എനിക്കിപ്പോൾ ദേഷ്യവും മടുപ്പും തോന്നുന്നത്? ബുദ്ധിമുട്ടുള്ള ആ ഒരൊറ്റ പാരഗ്രാഫ് ലോകത്തിന്റെ അവസാനമൊന്നുമല്ല എന്ന് യുക്തിസഹമായി ചിന്തിക്കുക. ഒന്ന് മനസ്സുവെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം സ്വയം ബോധ്യപ്പെടുത്തുക. മൂന്നാമതായി നമുക്ക് നോക്കാനുള്ളത് ദി മൂവേഴ്സ് ഫ്രെയിംവർക്ക്. ഈ 5% പ്രായോഗികമായി എങ്ങനെ ഹാക്ക് ചെയ്യാമെന്നും നിങ്ങളുടെ പഠനശീലങ്ങളെ എങ്ങനെ തിരുത്തിയെഴുതാമെന്നും നമുക്ക് നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്ന സയന്റിഫിക്കായി പ്രൂഫ് ചെയ്ത ഒരു അടിപൊളി ടെക്നിക്കാണ് മൂവേഴ്സ്. ഇതിലെ ഓരോ അക്ഷരവും ശ്രദ്ധിക്കുക. എം എന്നത് മെഡിറ്റേഷനാണ്, പഠിക്കാനിരിക്കുന്നതിന് മുൻപ് കുറച്ചുനേരം ശാന്തമായി ഇരിക്കുക. ഒ എന്നത് ഓക്സിജനേഷനാണ്, റിലാക്സ് ചെയ്യാൻ ദീർഘമായി ശ്വാസമെടുക്കുക. വി എന്നത് വിഷ്വലൈസേഷനാണ്, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുന്നത് മനസ്സിൽ സങ്കൽപ്പിക്കുക. ഇ എന്നത് എക്സസൈസാണ്, തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂട്ടാൻ ചെറിയൊരു നടത്തം പോലെയുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ആർ എന്നത് റീഡിംഗ് അഫർമേഷനാണ്, അതായത് എനിക്കിത് പഠിച്ചെടുക്കാൻ കഴിയും എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. അവസാനത്തെ എസ് എന്നത് സ്ക്രൈബിംഗ് ആണ്. അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ
ഇവിടെ ഒരു ചെറിയ മുന്നറിയിപ്പുണ്ട്. നിങ്ങളിതിലെ ആദ്യ പടിയായി മെഡിറ്റേഷനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പണി തുടങ്ങും. അതായത് നിങ്ങൾ കണ്ണടച്ച് ധ്യാനിക്കാനിരിക്കുമ്പം തന്നെ പെട്ടെന്ന് പോയി മൊബൈൽ നോക്കണമെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യണമെന്നോ തലച്ചോറ് നിർബന്ധിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ശരീരത്തിൽ ചൊറിച്ചിൽ പോലെയോ അല്ലെങ്കിൽ ഇത് നിർത്തിപ്പോവാൻ വലിയ മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കാം. ഇതിനെയാണ് 4-day റിബല്യൺ എന്ന് പറയുന്നത്. കാരണം അതിന് ആ കംഫോർട്ട് സോൺ വിട്ടുവരാൻ തീരെ താൽപ്പര്യമില്ല. ഇതൊരു താൽക്കാലിക തടസ്സം മാത്രമാണെന്ന് മനസ്സിലാക്കി പതറാതെ മുന്നോട്ടു പോവുക. നാലാമത്തെയും അവസാനത്തെയും ഭാഗം റെഡ് ആൻഡ് ഗ്രീൻ ജേർണലിംഗ്. ഇനി നമുക്ക് മൂവേഴ്സിലെ അവസാന അക്ഷരമായ സ്ക്രൈബിംഗ് അഥവാ എഴുതുന്നതിനെക്കുറിച്ച് കൂടുതലായി പറയാം. വെറുതെ എഴുതുകയല്ല, 2 പ്രത്യേകതരം ജേർണലിംഗുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കാഡമിക് ടെൻഷനും പേടിയും എങ്ങനെ പൂർണ്ണമായും മാറ്റാമെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ 2 ബുക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന് റെഡ് ജേർണൽ, രണ്ടാമത്തേത് ഗ്രീൻ ജേർണൽ. നെഗറ്റീവ് ചിന്തകൾ കളയാനാണ് റെഡ് ജേർണൽ, എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ ഫോക്കസ് ചെയ്യാനാണ് ഗ്രീൻ ജേർണൽ. ഈ റെഡ് ജേർണൽ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ക്ലീനിംഗ് ആണ്. നിങ്ങളുടെ സകല ഭയങ്ങളും അതിലെഴുതി തള്ളുക. എനിക്ക് ഫിസിക്സ് വെറുപ്പാണ്, അല്ലെങ്കിൽ പരീക്ഷയിൽ ഞാൻ തോൽക്കാൻ പോകുന്നു എന്ന് തുടങ്ങി മനസ്സിലുള്ള സകല മാലിന്യങ്ങളും ഒരു മടിയുമില്ലാതെ അതിലങ്ങോട്ട് ഛർദ്ദിച്ചു കളയുക. എന്നിട്ടൊരു പ്രധാന കാര്യം, അതൊരിക്കലും വീണ്ടും എടുത്തു വായിക്കരുത്. കാരണം ആ ചിന്തകൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ശാശ്വതമായി പുറത്തുപോകാനുള്ളതാണ്. ആ മോശം ചിന്തകളെല്ലാം പുറത്തു കളഞ്ഞ ശേഷം നിങ്ങളുടെ പഠന ലക്ഷ്യങ്ങൾ എഴുതാൻ ഗ്രീൻ ജേർണൽ ഉപയോഗിക്കുക. ഇവിടെയാണ് മാജിക് നടക്കുന്നത്. ചുമ്മാ എനിക്ക് പരീക്ഷയിൽ A+ കിട്ടും നേടിയാൽ പോരാ. ആ വിജയം നേടുമ്പോഴുള്ള ആവേശവും സന്തോഷവും മനസ്സിൽ പൂർണ്ണമായി ഫീൽ ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. ആ പോസിറ്റീവ് വികാരം നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമൈൻ പോലെയുള്ള കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് പുതിയ ന്യൂറൽ പാത്വേകളെ വളരെ വേഗത്തിൽ ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പുത്തൻ സർക്യൂട്ടുകൾ തലച്ചോറിൽ രൂപപ്പെടുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. പഴയ ഓട്ടോ പൈലറ്റിനെ ഹാക്ക് ചെയ്യാനും പെട്ടെന്ന് തന്നെ പുതിയ ന്യൂറൽ പാത്വേകൾ നിർമ്മിക്കാനുമുള്ള സൂത്രവിദ്യകൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഈ അറിവുകൾ വെച്ച് മുന്നോട്ടു പോവുക. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് രാത്രി ഇതിലേത് ബുക്കിലാണ് നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുക, കൂടുതൽ സ്മാർട്ടായി പഠിക്കുക, വലിയ വിജയങ്ങൾ നേടുക. ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീണ്ടും കാണാം.